നമസ്കാരം. PWD എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ് ഇലക്ട്രോണിക്സ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് കഴിഞ്ഞ PSC എക്സാം നടത്തിയിരിക്കുന്നത് 2021 അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടും. ഏത് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ഒരു ബേസിക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നേരെ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A semiconductor has dash valence electron. ഒരു സെമി കണ്ടക്ടറിൻ്റെ പ്യൂറസ്റ്റ് ഫോമിൽ എത്ര വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒരു സെമി കണ്ടക്ടറിനെ പറ്റി, അതിൻ്റെ പ്രോപ്പർട്ടീസിനെ പറ്റി പഠിക്കുമ്പോൾ സാധാരണ നമ്മൾ മെറ്റീരിയൽസിൽ നമ്മളിങ്ങനെ എനർജി ബാൻഡിനെ പറ്റി നമ്മൾ പഠിക്കും. ഇതിൽ രണ്ട് ബാൻഡാണ് മെയിനായിട്ട് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡ്. ഇത് താഴെ കാണുന്നതാണ് വാലൻസ് ബാൻഡ് ആൻഡ് ഈ ടോപ്പിൽ കാണുന്നതാണ് കണ്ടക്ഷൻ ബാൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിനെയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് നമ്മൾ പറയുക. അപ്പോൾ ഈ ഗ്യാപ്പ് അനുസരിച്ചാണ് സബ്സ്റ്റൻസിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ നമ്മൾ കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ എന്നൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഓവർലാപ്ഡ് ആണെങ്കിൽ അത് കണ്ടക്ടർ എന്ന് പറയാം. ഇതിനിടയിൽ ചെറിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് സെമി കണ്ടക്ടർ എന്ന് പറയാം. വലിയൊരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിന് ഇൻസുലേറ്റർ എന്ന് പറയും. അപ്പോൾ അതൊരു ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സെമി കണ്ടക്ടർ ഹാസ് ഡാഷ് വാലൻസ് ഇലക്ട്രോൺസ് എന്നാണ്. അപ്പം ഈ ഒരു സെമി കണ്ടക്ടറിൽ വാലൻസ് ബാൻഡിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? നോർമലി 4 ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റേണലായിട്ട് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് ഈ വാലൻസ് ഇലക്ട്രോൺസിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? ഈ കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കും. അതിനുശേഷമാണ് കണ്ടക്ഷൻ നടക്കുക. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റീസിനെ നമ്മൾ പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി എന്നൊക്കെ പറയും. പെൻറ്റാവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോഴാണത് എൻ ടൈപ്പ് സെമി കണ്ടക്ടറും, ട്രൈവാലൻ്റ് ഇമ്പ്യൂരിറ്റി ആഡ് ചെയ്യുമ്പോൾ അത് പി ടൈപ്പ് സെമി കണ്ടക്ടറായിട്ടും മാറും. അപ്പോൾ എൻ ടൈപ്പും പി ടൈപ്പൊക്കെ നിങ്ങൾ ബേസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ രീതിയിലാണ് വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് 4 ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഡാഷ് ദ എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ കണ്ടക്ഷൻ ബാൻഡ് ആൻഡ് വാലൻസ് ബാൻഡ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ ഓർഡർ ഓഫ് 0.7 EV. അപ്പം ഏത് സബ്സ്റ്റൻസിലാണ് എനർജി ഗ്യാപ്പ്, ആ എനർജി എന്ന് പറയുന്നത് 0.7 വരുന്നത്? അപ്പോൾ 0.7, 1.1 എന്നൊക്കെ പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇവിടെ ഓപ്ഷൻ എന്തൊക്കെയാണ് നിൽക്കുന്നത്? കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, നൺ ഓഫ് ദി എബോ. അപ്പോൾ നമ്മൾ മെറ്റീരിയലും ഈ 3 എണ്ണമാണ് പഠിച്ചിട്ടുള്ളത്. കണ്ടക്ടറും സെമി കണ്ടക്ടറും ഇൻസുലേറ്ററുമാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളിങ്ങനെ സ്പെസിഫിക് എനർജി പറയുന്നത് എപ്പോഴും സെമി കണ്ടക്ടറിലായിരിക്കും. അപ്പോൾ തന്നെ നമുക്ക് ഇത് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ആൻസർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതുകൂടെ അറിഞ്ഞിരിക്കുക, എനർജി ബാൻഡും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്. ഇതിൽ നമ്മൾ 2 ടൈപ്പ് സെമി കണ്ടക്ടേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യുക. സാധാരണ നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? ജെർമേനിയം ആൻഡ് സിലിക്കൺ. ഇപ്പോൾ ജെർമേനിയത്തിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന 0.7 ഇലക്ട്രോൺ വോൾട്ടും, സിലിക്കൺ ആണെങ്കിൽ 1.1 ഇലക്ട്രോൺ വോൾട്ടുമാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് തന്നെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനായിട്ട്. ജെർമേനിയം സെമി കണ്ടക്ടറിൽ അതിൻ്റെ വാലൻസ് അല്ല എനർജി ഗ്യാപ്പ് എത്ര വോൾട്ടേജ് ആണെന്നുള്ളത് ചോദിക്കാം. സിലിക്കൺ ആണെങ്കിൽ എത്രയാണെന്നുള്ളത് ചോദിക്കാം. അപ്പോൾ ഇവിടെ അതൊന്നും അല്ല ചോദിച്ചേക്കുന്നത്. ഈ 0.7 EV വരുന്നത് ഏത് മെറ്റീരിയലാണ്? സിമ്പിളാണ്. ഏതാണ്? സെമി കണ്ടക്ടറിലാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a Zener regulator, change in load current produces change in dash. അപ്പം ഇവിടെ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് എന്തിനെയാണ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ സെനർ റെഗുലേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ്. വോൾട്ടേജ് റെഗുലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ദിസ് വിൽ ബി യൂസ്ഡ് ഫോർ വോൾട്ടേജ് റെഗുലേഷൻ. ഇപ്പോൾ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പോൾ അവിടെ വോൾട്ടേജ് എന്നുള്ള ടേം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും എന്ത് ചെയ്യും? ലോഡ് കറണ്ട് മാറിക്കഴിഞ്ഞാലോ, ലോഡിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാലോ വോൾട്ടേജ് മാറില്ല. അപ്പോൾ ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മൾ സെനർ വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യാം. ദെൻ ഇപ്പോൾ എ ആൻഡ് ബി, ഇപ്പോൾ 2 ഓപ്ഷൻ അപ്പോൾ തന്നെ പോയി കിട്ടി. സോ ഇൻ എ സെനർ റെഗുലേറ്റർ ചേഞ്ച് ഇൻ ലോഡ് കറണ്ട് പ്രൊഡ്യൂസസ് ചേഞ്ച് ഇൻ സെനർ കറണ്ട്. അവിടെ വോൾട്ടേജ് മാറില്ല, പകരം എന്ത് ചെയ്യും? ലോഡ് കറണ്ട് മാറിയാൽ സെനർ കറണ്ട് മാത്രമേ അവിടെ മാറുകയുള്ളൂ. അപ്പം ഇതാണ് സെനർ കറണ്ട് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇതിൻ്റെ സെനറിനെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. സോ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പം കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത 4th ക്വസ്റ്റ്യൻ. മാക്സിമം എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ്. അപ്പോൾ എഫിഷ്യൻസി റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? AC to DC. AC-ന് ഇൻപുട്ട് കൊടുക്കുന്നു, DC ഔട്ട്പുട്ട് എടുക്കുന്നു. സോ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പം ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട്. സോ PDC ബൈ PAC.
ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ മാക്സിമം എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇത് നമ്മൾ തിയററ്റിക്കലി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. 40.6 ആയിരിക്കും ഹാഫ് വേവ് റെക്ടിഫയർ. ഫുൾ വേവ് റെക്ടിഫയർ ആണെങ്കിൽ 81.2%. ഇപ്പോൾ 81 അല്ലെങ്കിൽ 80 എന്നൊക്കെ തന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആയിരിക്കും വരിക. അപ്പോൾ 40.6 എന്ന് പറയാം, 40.5 എന്ന് പറയാം, ചെറിയ വ്യത്യാസം വരാം. 80 ആണെങ്കിൽ 81 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫുൾ വേവ് റെക്ടിഫയർ. അപ്പോൾ ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 40.6%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഡാഷ് ഡയോഡ്. ഇപ്പോൾ സെൻറ്റർ ടാപ്പ് ആൻഡ് ബ്രിഡ്ജ് റെക്ടിഫയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിൻ്റെയൊക്കെ പിക്ചേഴ്സ് നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടാവണം. സെൻറ്റർ ടാപ്പ് എന്ന് പറയുമ്പോൾ സെൻറ്റർ ടാപ്പ് റെക്ടിഫയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരിക? ഇതിൻ്റെ പിക്ചർ നിങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. 2 ഡയോഡ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻറ്ററിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ലോഡ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് വരിക. ഇവിടെയാണ് നമ്മൾ ലോഡ് കണക്ട് ചെയ്യുക. ഇവിടെ ഒരു സെൻറ്റർ ടാപ്പ് ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു, ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നു. അപ്പോൾ ഇവിടെ 2 ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, D1 ആൻഡ് D2. അപ്പോൾ സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയറിൽ നമ്മൾ 2 ഡയോഡും ബ്രിഡ്ജ് റെക്ടിഫയറിൽ നമ്മൾ 4 ഡയോഡുമാണ് യൂസ് ചെയ്യുക. ഓർത്ത് വയ്ക്കുക, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സെൻറ്റർ ടാപ്പ് ഫുൾ വേവ് റെക്ടിഫയർ കൺസിസ്റ്റ് ഓഫ് ഹൗ മെനി ഡയോഡ്സ്? എത്രയായിരിക്കും? 4 എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ടൈപ്പ് ഓഫ് ഫിൽറ്റർ ഷോൺ ഇൻ ദ ഫിഗർ? അപ്പോൾ ഇവിടെ ഒരു ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 4 ടൈപ്പ് ഫിൽറ്റേഴ്സാണ് ഉള്ളത്. ലോ പാസ് ഫിൽറ്റർ, ഹൈ പാസ് ഫിൽറ്റർ, ബാൻഡ് പാസ് ഫിൽറ്റർ ആൻഡ് ബാൻഡ് റിജക്ഷൻ ഫിൽറ്റർ. അപ്പോൾ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഈ നോയ്സിനെയൊക്കെ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AC സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാസീവ് എലമെൻസിനെയാണ് നമ്മൾ പാസീവ് എലമെൻസിൻ്റെ കോമ്പിനേഷൻ, അതിനെയാണ് നമ്മൾ ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് ഒരു ലോ പാസ് ഫിൽറ്ററിൻ്റെ പിക്ചറാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ലോ പാസ് ഫിൽറ്റർ. പക്ഷേ നമ്മൾ അതിന് പിക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഹൈ പാസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റർ സീരീസ് ആയിട്ട് വരും, അവിടെ ഒരു ഇൻഡക്ടർ ഷണ്ട് എലമെൻ്റ് ആയിട്ട് കൊടുക്കും. ഇതാണ് ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ആൻഡ് അടുത്ത് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ഒരു റെസിസ്റ്റൻസ് ഷണ്ടായിട്ട് കൊടുക്കും. ഇതാണ് ബാൻഡ് പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ബാൻഡ് എലിമിനേഷൻ ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇവിടെ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വരും, ഇൻഡക്ടറും കപ്പാസിറ്ററും ഷണ്ട് എലമെൻ്റ് ആയിട്ട് വരും. ഇതിനെയാണ് ബാൻഡ് റിജക്ഷൻ ഫിൽറ്റർ ഓർ ബാൻഡ് എലിമിനേഷൻ ഫിൽറ്റർ എന്ന് പറയാം. അപ്പോൾ ലോ പാസ് ഫിൽറ്റർ ഇതാണ്, ദിസ് ഈസ് ഹൈ പാസ് ഫിൽറ്റർ, ദിസ് ഈസ് ബാൻഡ് പാസ് ഫിൽറ്റർ, ദിസ് ഈസ് ബാൻഡ് റിജക്ഷൻ ഓർ ബാൻഡ് എലിമിനേഷൻ ഫിൽറ്റർ. അപ്പം ഇതിനകത്ത് ഏതാണ് ആൻസർ? ലോ പാസ് ഫിൽറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ. ഇൻ എ ട്രാൻസിസ്റ്റർ ദർ ആർ ഡാഷ് ഡിപ്ലീഷൻ ലെയർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഡിപ്ലീഷൻ ലെയർ എത്രയാണ്? അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ നോക്കുക. സാധാരണ നമുക്ക് 2 ടൈപ്പ് ട്രാൻസിസ്റ്റർ ആണുള്ളത്, NPN ആൻഡ് PNP. ദിസ് ഈസ് NPN അപ്പോൾ ഓർ PNP, അങ്ങനെ 2 ടൈപ്പാണ് വരിക. അപ്പോൾ ഇവിടെ Nഉം Pയും കൂടെ കമ്പൈൻ ചെയ്യുന്ന സ്ഥലത്ത് ആ ഒരു ജോയിൻറ്റിൽ അവിടെ എന്തുണ്ടാവും? ഡിപ്ലീഷൻ ലെയർ ഫോം ചെയ്യും, അല്ലെങ്കിൽ എനർജി ഗ്യാപ്പ് അല്ലെങ്കിൽ ഫോർബിഡൻ എനർജി ബാൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതാണ് ഡിപ്ലീഷൻ ലെയർ. അപ്പോൾ ഹൗ മെനി ഡിപ്ലീഷൻ ലെയേഴ്സ് എന്നാണ് ചോദിച്ചത്. ട്രാൻസിസ്റ്റർ എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണമാണ് വരിക. ഇപ്പോൾ NPN ആണെങ്കിൽ PNP ആണെങ്കിൽ 2 ഡിപ്ലീഷൻ ലെയറാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള തിയറി കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. തിയറി നന്നായിട്ട് പഠിക്കുക, എന്നാൽ മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ വാല്യൂ ഓഫ് ആൽഫ ഇൻ എ ട്രാൻസിസ്റ്റർ ഈസ് 0.9 ദെൻ ദ വാല്യൂ ഓഫ് ബീറ്റ. ഇപ്പോൾ ബീറ്റ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ആൽഫയും ബീറ്റയും തമ്മിലുള്ള കണക്ഷൻ നോക്കുക. ദിസ് ഈസ് ദ കറണ്ട് ഗെയിൻ ഓഫ് വാട്ട് കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. ഇതൊക്കെ നിങ്ങൾ ബേസിക്സ് ട്രാൻസിസ്റ്റർ പ്രോപ്പർട്ടീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ആൽഫയും ബീറ്റയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾ നോക്കുക. ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ വാട്ട് ഈസ് ആൽഫ? ആൽഫ വാല്യൂ തന്നിട്ടുണ്ട് 0.9, ദെൻ ബീറ്റ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ആൽഫ ഡിവൈഡഡ് ബൈ 1 മൈനസ് ആൽഫ. അതുപോലെ തന്നെ ഇഫ് ബീറ്റ വാല്യൂ ഇസ് ഗിവൺ, ആൽഫ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ആൽഫ ഈസ് ഈക്വൽ ടു ബീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ബീറ്റ. ഇങ്ങനെ ഈ 2 റിലേഷൻസ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. 2 റിലേഷൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല, ഇക്വേഷൻസ് ഒന്നും ഓർത്ത് വയ്ക്കുക. ഇതെല്ലാം സ്ഥിരം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇതിനൊക്കെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.9 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.9. അപ്പോൾ 1 മൈനസ് 0.19 എന്ന് പറയുമ്പോൾ എത്ര? 0.9 ഡിവൈഡ് ബൈ 0.1 വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 9 ഈസ് ദ മുകളിലും താഴെയും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 9. സോ 9 ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, where should be the bias point set in a
ഇൻ ഓർഡർ ടു മേക്ക് ദ ട്രാൻസിസ്റ്റർ വർക്ക് ആസ് ആംപ്ലിഫയർ. അപ്പം ട്രാൻസിസ്റ്ററിൻ്റെ ഏറ്റവും വലിയൊരു ആപ്ലിക്കേഷനാണ് അത് ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ട്രാൻസിസ്റ്ററിനകത്ത് ഇനോർമസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. ഇതിൻ്റെ എല്ലാം ക്ലാസ് നമ്മൾ എടുക്കുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ 3 ഓപ്പറേറ്റിംഗ് റീജിയൻ ആണുള്ളത്. ഏതൊക്കെയാണ്? സോ ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ ആൻഡ് കട്ട് ഓഫ് റീജിയൻ. അപ്പം ഇങ്ങനെ 3 റീജിയനാണ് വരിക. അപ്പോൾ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ VCC, IC, ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട്, അതിനകത്തേക്ക് നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് പ്ലോട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് IB. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തേക്ക് ഒരു DC ലോഡ് ലൈൻ നമ്മൾ വരയ്ക്കാം. ദീസ് ആർ 2 പോയിന്റ്സ് ഓഫ് DC ലോഡ് ലൈൻ. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് പറയുക, DC ലോഡ് ലൈൻ. സോ ഇവിടെ ഈ ഒരു ഇൻപുട്ട് ലൈനിൽ ടച്ച് ചെയ്യുന്ന DC ലോഡ് ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റിനാണ് ക്യൂ പോയിന്റ് എന്ന് പറയുക. അപ്പോൾ ആ ക്യൂ പോയിന്റ് ഏത് പൊസിഷനിൽ വരുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3 റീജിയൻ ഉണ്ട്, ആക്റ്റീവ് റീജിയൻ, സാച്ചുറേഷൻ റീജിയൻ, കട്ട് ഓഫ് റീജിയൻ ആണ്. അപ്പോൾ ഇതിനകത്ത് ക്യൂ പോയിന്റ് ടച്ച് ചെയ്യുന്നത് നമ്മൾ ആ ആക്റ്റീവ് റീജിയനിലാണെങ്കിലാണ് എന്ത് ചെയ്യുക, ഇതൊരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആക്റ്റീവ് റീജിയൻ എന്നുള്ളത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ഓഫ്, സാച്ചുറേഷനും കട്ട് ഓഫും അടുത്ത 2 പോയിന്റ് ആണ്. അത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, കാരണം ഇത് ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. സോ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ആക്റ്റീവ് റീജിയനിലായിരിക്കണം എന്ത് വരിക, ഓപ്പറേറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ക്യൂ പോയിന്റ് നമ്മൾ പറയും. നെക്സ്റ്റ് ഈസ് എമിറ്റർ ഫോളോവർ. അപ്പോൾ എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസിസ്റ്റർ കോൺഫിഗറേഷൻസ് ഏതൊക്കെയാണ്? കോമൺ എമിറ്റർ, കോമൺ ബേസ്, കോമൺ കളക്ടർ. ഈ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ മറ്റൊരു പേരാണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എമിറ്റർ ഫോളോവറിൻ്റെ ഒരു യൂസ്ഡ് ഫോർ എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ കറണ്ട് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ, ഇംപിഡൻസ് മാച്ചിങ് ആൻഡ് നൺ ഓഫ് ദി എബോവ്. അതിൽ ഇംപിഡൻസ് മാച്ചിങ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. കാരണം ഈ കോമൺ കളക്ടർ ആംപ്ലിഫയർ അല്ലെങ്കിൽ എമിറ്റർ ഫോളോവറിൻ്റെ ഒരു യുണീക്ക് ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത്, ഈ ഇംപിഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഇംപിഡൻസ് മാച്ചിങ് ഈസ് നത്തിങ് ബട്ട് വി ക്യാൻ കണക്ട് ഹൈ ഇംപിഡൻസ് സർക്യൂട്ട് ഇൻ ടു ലോ ഇംപിഡൻസ് റെസിസ്റ്റൻസ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇടയിൽ ഒരു എലമെൻറ്റ് നമ്മൾ ഒരു സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതിൻ്റെ പ്രോപ്പർട്ടി എന്താണ്? ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് എമിറ്റർ ഫോളോവർ അല്ലെങ്കിൽ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ്. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ഇംപിഡൻസ് മാച്ചിങ്. അപ്പോൾ ഇതിൻ്റെ ഗെയിൻ ഒക്കെ വളരെ കുറവാണ്. സോ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതായത് ലോ റെസിസ്റ്റൻസ് ലോഡിനെ നമ്മളൊരു ഹൈ ഇൻപുട്ടിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയിൽ യൂസ് ചെയ്യുന്ന മാച്ചിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് എമിറ്റർ ഫോളോവർ. Which among the following does not belong to the category of LC oscillator? അപ്പോൾ LC ഓസിലേറ്ററിൻ്റെ ബേസിക്സ് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളത് പഠിച്ചിരിക്കണം. ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ഏതൊക്കെയാണുള്ളത്, അതിനകത്ത് ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് LC ഓസിലേറ്റർ എന്ന് പറയുന്നത്, LC ഓസിലേറ്റർ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ, അതായത് ഇൻഡക്ടർ കപ്പാസിറ്റർ ഓസിലേറ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് ഒരു 3 ടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് വൺ ട്യൂൺഡ് കളക്ടർ. മെയിനായിട്ടുള്ളതാണ് ഈ 3 ടൈപ്പ്. വേറെ ഉണ്ട്, നമ്മൾ പഠിച്ചിരിക്കേണ്ടത് 3 എണ്ണമാണ്. ട്യൂൺഡ് കളക്ടർ, ഹാർട്ട്ലി ഓസിലേറ്റർ, അതുപോലെ തന്നെ കോൾപിറ്റ്സ്. ഇതെല്ലാം തന്നെ എന്താണ്? LC ഓസിലേറ്റർ ആണ്. അപ്പോൾ ഇതിനകത്ത് ഡസ് നോട്ട് ബിലോങ് ടു LC ഓസിലേറ്റർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരാത്തത് ക്രിസ്റ്റൽ ഓസിലേറ്റർ, ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഓസിലേറ്ററാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അപ്പം കാണുമ്പോൾ തന്നെ അറിയാം. ഇനി അതൊരു ഈ 3 ഓപ്ഷനും ഇവിടെ വന്നെങ്കിൽ നൺ ഓഫ് ദീസ് ആയേനെ. പക്ഷേ ക്രിസ്റ്റൽ ഓസിലേറ്റർ അവിടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ആൻസർ ചെയ്യാം? ഏറ്റവും മോസ്റ്റ് റിലവൻറ്റ് ആൻസറാണ് നമുക്ക് വേണ്ടത്, ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നുള്ളത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ദെൻ ദ ചാനൽ ഓഫ് JFET ഈസ് ദ ബിറ്റ്വീൻ ഡാഷ് എന്നുള്ളതാണ്. അപ്പം ആ ചാനൽ കണ്ടക്ഷൻ ചാനൽ JFET എടുത്തു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ചാനൽ ഇതുവഴിയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. JFETൻ്റെ കൺസ്ട്രക്ഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ JFETൻ്റെ ടെർമിനൽസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഡ്രെയിൻ. ഈ ടെർമിനലാണ് ഡ്രെയിൻ, താഴത്തത് സോഴ്സ് എന്ന് പറയും. ഈ മൂന്നാമത്തെ ഒരു ചാനലാണ് എന്ത്? ഗേറ്റ് എന്ന് പറയും. ദിസ് ഇസ് ഗേറ്റ്.
അപ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ അതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് JFET-ൻ്റെ ടെർമിനൽസ് ഏതൊക്കെയാണ് ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്. അപ്പോൾ ഇവിടെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന P ചാനലിലേക്ക് നമ്മൾ N ചാനൽ ഡിഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഗേറ്റ് ഫോം ചെയ്യുക. അപ്പോൾ ആ ഗേറ്റ് ഫോം ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഒരു ഡിപ്ലീഷൻ ലെയറൊക്കെ ഫോം ചെയ്യും. ഈ ഡിപ്ലീഷൻ ലെയറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സോ ഇവിടെ കണ്ടക്ഷൻ നടക്കുക എന്ന് പറയുന്നത് സോഴ്സ് ടു ഡ്രെയിൻ ആണ് കണ്ടക്ഷൻ നടക്കുക. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ദ ചാനൽ ഓഫ് എ JFET ഇൻ ബിറ്റ്വീൻ, എന്തിനിടയിലാണ് ആ ചാനൽ കണ്ടക്ഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്, എന്തിനിടയിലാണ് ഡ്രെയിൻ ആൻഡ് സോഴ്സ്. അപ്പോൾ ടെർമിനൽ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടായിരിക്കണം. എങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. ഇൻ ബിറ്റ്വീൻ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്, ഗേറ്റ് ആൻഡ് ഡ്രെയിൻ, ഗേറ്റ് ആൻഡ് സോഴ്സ്, ഡ്രെയിൻ ആൻഡ് സോഴ്സ്. സോ ഡ്രെയിൻ ആൻഡ് സോഴ്സ് ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. മോസ്ഫെറ്റിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മോസ്ഫെറ്റിൻ്റെ കൺസ്ട്രക്ഷൻ അറിയണം, ടെർമിനൽസ് ഏതൊക്കെയാണെന്ന് അറിയണം, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ക്യാരക്ടറിസ്റ്റിക്സ് അറിയണം, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട്, ഇൻപുട്ട് റിലേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. മോസ്ഫെറ്റ് ഈസ് എ യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾഡ് ടു ടെർമിനൽ. അപ്പോൾ ഇതൊരു ടു ടെർമിനൽ ഡിവൈസ് അല്ല. സോ ഇത് തെറ്റാണ്. അടുത്തത് ബി എന്ന് പറയുന്നത് യൂസ് എ ബൈപോളാർ കറന്റ് കൺട്രോൾഡ് ടു ടെർമിനൽ. ബൈപോളാറും അല്ല, കറന്റ് കൺട്രോൾഡും അല്ല, ടു ടെർമിനലും അല്ല. അടുത്തത് യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾഡ് ത്രീ ടെർമിനൽ. ഇതാണ് കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് എ യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾഡ് ആൻഡ് ത്രീ ടെർമിനൽ ഈസ് എ ബൈപോളാർ കറന്റ് കൺട്രോൾഡ് എന്നും തെറ്റാണ്. സോ ഇവിടെ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കുക. യൂണിപോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് കണ്ടക്ഷൻ ക്യാൻ ബി ഡൺ ഓൺലി ബൈ എയ്തർ ബൈ ഇലക്ട്രോൺസ് ഓർ ഹോൾസ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചാർജ് കാരിയേഴ്സ് വഴി മാത്രമേ കറന്റ് കണ്ടക്ഷൻ നടക്കുകയുള്ളൂ. അതിനെയാണ് യൂണിപോളാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് യൂണിപോളാർ ആണ്. അതുപോലെ തന്നെ വോൾട്ടേജ് കൺട്രോൾഡ് ഡിവൈസ് ആണ്. വോൾട്ടേജിനെ കൺട്രോൾ ചെയ്യിച്ചാണ് ഇതിൻ്റെ കണ്ടക്ഷൻ നമ്മൾ നടത്തുന്നത്. അതുപോലെ തന്നെ ഇതിന് ത്രീ ടെർമിനൽസ് ഉണ്ട്. ആ ടെർമിനൽസ് ഏതൊക്കെയാണ്, ഡ്രെയിൻ, നേരത്തെ JFET നമ്മൾ പഠിച്ചപ്പോൾ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ്, ഇതെല്ലാം അറിഞ്ഞിരിക്കണം. ഡ്രെയിൻ, സോഴ്സ്, ഗേറ്റ് ആർ ദി ത്രീ ടെർമിനൽസ് ഓഫ് മോസ്ഫെറ്റ്. അതുപോലെ അതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇതിൻ്റെ ഒരു പ്രോപ്പർട്ടി ചോദിക്കും. നമ്മൾ നേരത്തെ ഇംപെഡൻസ് മാച്ചിങ് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപെഡൻസ്. അപ്പോൾ ഇത് ഇംപെഡൻസ് മാച്ചിങ് പ്രോപ്പർട്ടിയൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നമ്മൾ മോസ്ഫെറ്റ് യൂസ് ചെയ്യും. ഇതെല്ലാം തന്നെ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ്, ഓർത്തിരിക്കേണ്ടതാണ്. ഇപ്പോൾ ഇത് ഒറ്റ പ്രോപ്പർട്ടി അല്ല, 3 പ്രോപ്പർട്ടി കമ്പൈൻ ചെയ്തിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഈസ് ഇറ്റ് ഈസ് എ യൂണിപോളാർ വോൾട്ടേജ് കൺട്രോൾ ത്രീ ടെർമിനൽ ഡിവൈസ്. അപ്പോൾ ഇനി കറണ്ട് കൺട്രോൾ ഡിവൈസ് ഉണ്ടാവുമല്ലോ, അത് നമ്മൾ IGBT ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പാരിസൺ, IGBT മോസ്ഫെറ്റ് തമ്മിലുള്ള കമ്പാരിസണൊക്കെ പഠിച്ചിരിക്കണം. വാട്ട് ആർ ദി വർക്കിംഗ് റീജിയൻസ് ഓഫ് എ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ? ഇപ്പോൾ യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ UJT പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് UJT? അപ്പോൾ UJTയിൽ വരുന്ന ഒരു യുണീക്ക് പ്രോപ്പർട്ടിയാണ് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയനിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് ആൻസറിനകത്ത് നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നൊരു ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതും UJT ആയിട്ട് കണക്ട് ചെയ്യാം. വാട്ട് ആർ ദി വർക്കിംഗ് റീജിയൻ എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ആണ്. അപ്പോൾ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് വരിക. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഇവിടെ ദിസ് ഈസ് ദ വോൾട്ടേജ് ആൻഡ് കറണ്ട്, ദിസ് ഈസ് ദ VP എന്ന് പറയും, വാലി പോയിന്റ്, ആൻഡ് ദിസ് ഈസ് ദ പീക്ക് പോയിന്റ് ആൻഡ് ദിസ് ഈസ് ദ വാലി പോയിന്റ്. ഏറ്റവും താഴത്തെ പോയിന്റാണ് വാലി പോയിന്റ്. അപ്പോൾ ഈ ഒരു റീജിയൻ, ഇവിടുത്തെ ഒരു ഇൻ ബിറ്റ്വീൻ പീക്ക് ആൻഡ് വാലി പോയിന്റ്, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് നമ്മൾ പറയുക. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ is nothing but when current increases, voltage decreases. അപ്പോൾ ഈ രീതിയിലുള്ള ഇൻവേഴ്സ് റിലേഷൻ വരുന്നതിനാണ് നമ്മൾ എന്താ പറയുക, നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എന്ന് പറയുക. അപ്പോൾ ഈ നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എക്സിബിറ്റ് ചെയ്യുന്ന ഒരു സെമി കണ്ടക്ടർ ഡിവൈസ് എന്ന് പറയുന്നത് UJT ആണ്. സോ അത് എപ്പോഴും നെഗറ്റീവ് റെസിസ്റ്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാം. സോ ആൻസർ വിൽ ബി A. And which of the following is the optoelectronic device? അപ്പോൾ optoelectronic device ഏതൊക്കെയാണ്? അപ്പോൾ optoelectronic device എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ക്യാൻ അട്രാക്ട് ഓർ അബ്സോർബ് ഓർ ഡിറ്റക്ട് ഓർ ജനറേറ്റ്. ഇങ്ങനെ ലൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ലൈറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, ജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവും,
അതിനെ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുണ്ടാവും, കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങളാണ് ഈ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ ഡയോഡ് ഒരു ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസാണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്ന ഒരു ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസാണ്, സോളാർ സെൽ എന്ന് പറയുന്ന ഒരു ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താണ് ഓൾ ഓഫ് ദി എബോവ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഡി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഈ ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ സബ് കമ്പോണൻസും ഓരോന്നും എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an optocoupler provides dash between input and output. അപ്പോൾ ഒപ്റ്റോകപ്ലർ എന്ന് പറയുന്നത് രണ്ട് ഒപ്റ്റോ ഇലക്ട്രോണിക് ഡിവൈസ് ചേരുന്നതാണ്. ഒന്ന് പറയുന്നത് LED-യും അടുത്തെന്ന് പറയുന്നത് ഫോട്ടോ ഡിറ്റക്ടർ. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി. സോ LED-യും ഓപ്റ്റോ കപ്ലറും, അത് LED എന്ന് പറഞ്ഞാൽ ലൈറ്റ് ജനറേറ്റ് ചെയ്യുന്നു, ഫോട്ടോ ഡിറ്റക്ടർ എന്ന് പറയുന്നത് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ള ഫോമാണ് ഓപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത്. മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഐസൊലേഷനാണ്. ഐസൊലേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഒപ്റ്റോ കപ്ലർ നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഈ പറയുന്ന നോയിസ് സിഗ്നൽ, ഇലക്ട്രിക്കൽ സിഗ്നലിൽ നോയിസ് സിഗ്നലിനെയൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഒപ്റ്റോ കപ്ലർ നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഐസൊലേഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത്. അവിടെ എന്തൊക്കെ ചേരുന്നതാണ് ഒപ്റ്റോ കപ്ലർ എന്ന് പറയുന്നത്, LED ആൻഡ് ഫോട്ടോ ഡിറ്റക്ടർ. LED പർപ്പസ് എന്താണ്, ഇറ്റ് വിൽ ജനറേറ്റ് ദ ലൈറ്റ് ആൻഡ് ഫോട്ടോ ഡിറ്റക്ടർ ഇറ്റ് വിൽ അബ്സോർബ് ദ ലൈറ്റ്. പിന്നെ ഇടയിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലാമ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ആൻഡ് ഡാഷ്. അപ്പോൾ ക്ലാമ്പിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്ലാമ്പിംഗ് സർക്യൂട്ട്. DC ലെവൽ ടു DC സിഗ്നൽ, DC ലെവൽ ടു AC സിഗ്നൽ, AC ലെവൽ ടു DC സിഗ്നൽ ആൻഡ് AC ലെവൽ ടു AC സിഗ്നൽ. എപ്പോഴും ക്ലാമ്പിംഗ് എന്ന് പറയുന്നത് ആഡിങ് DC കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ് ഇൻറ്റു ആൻ AC സിഗ്നൽ, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കൊരു AC സിഗ്നൽ ഉണ്ട്. ഈ AC സിഗ്നലിലേക്ക് നമുക്ക് DC ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ്, പോസിറ്റീവ് വോൾട്ടേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ ഷിഫ്റ്റ് ദിസ് വോൾട്ടേജ് ഇൻ ടു ടോപ്പ് ഓർ അപ്പർ മോസ്റ്റ് പൊസിഷൻ. അപ്പോൾ അവിടെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് അവിടെ വേവ് ഷേപ്പിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവില്ല. വി ക്യാൻ ഷിഫ്റ്റ് എബോവ് ആൻഡ് ലെവൽ ഇറ്റ്സ് നോർമൽ പൊസിഷൻ. ആ AC സിഗ്നലിനെ മുകളിലേക്ക് താഴത്തേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാൻ പറ്റും. എങ്ങനെ എന്ത് ചെയ്താൽ മതി, വി ക്യാൻ ആഡ് എ കോൺസ്റ്റൻറ്റ് DC വോൾട്ടേജ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ക്ലാമ്പിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ഇൻട്രൊഡ്യൂസിങ് ഡാഷ്. എന്താണ്, DC ലെവൽ ഇൻറ്റു AC സിഗ്നൽ. DCനെ AC-ക്കകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷൻ ഷിഫ്റ്റ് ചെയ്യുക, ഒന്നെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക്. അപ്പോൾ അതിന് നമുക്ക് പോസിറ്റീവ് DC ഓർ നെഗറ്റീവ് DC നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ DC സിഗ്നൽ ലെവൽ ടു AC സിഗ്നൽ എന്നാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വേവ് ഓസിലേറ്റർ ഈസ് ആൻ ഡാഷ് മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ സ്ക്വയർ വേവ് ഓസിലേറ്റർ എന്ന് പറയുന്നത്, അപ്പോൾ ഓസിലേറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് പർട്ടിക്കുലർ ഷേപ്പിലായിട്ടുള്ള ഒരു വോൾട്ടേജ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ ഇവിടെ സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് നമ്മൾ സ്ക്വയർ വേവ് ജനറേറ്ററായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. സോ അസ്റ്റേബിൾ A വിൽ ബി ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇതിന് അസ്റ്റേബിളിനെ തന്നെ നമ്മൾ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയാം. സ്റ്റേബിൾ ഇസ് ദ ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ. അപ്പോൾ മൾട്ടി വൈബ്രേറ്ററിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് സ്റ്റേബിൾ, ബൈസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ഇതെല്ലാം ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കണം. അതെല്ലാം ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്വയർ വേവ് എന്ന് പറയുമ്പോൾ സ്ക്വയർ വേവ് ജനറേറ്റർ എന്ന് പറയുന്നത് എപ്പോഴും അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ്. അടുത്തത് 19 ക്വസ്റ്റ്യൻ, ദ ഓപ്പ്-ആംപ് ക്യാൻ ആംപ്ലിഫൈ DC signals only, AC signals only, both AC and DC signals dash. അപ്പം ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ബോത്ത് DC ആൻഡ് AC സിഗ്നൽസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഓപ്പാമ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓപ്പാമ്പിന് അതിന് ചോദിക്കും. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു വയ്ക്കുക. ഇതെന്ന് പറയുന്നത് ഹൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആയിരിക്കും. ഹൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ അതായത് എന്താണ്, നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും, സിഗ്നൽസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കറിയാം രണ്ട് ടൈപ്പ് ഓപ്പാമ്പാണുള്ളത്, ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ്. ഇതിൽ ഹൈ ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആയിരിക്കും, അതുപോലെ തന്നെ ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ് ലോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന് ഹൈ CMRR. എന്താണ് CMRR എന്ന് പറഞ്ഞാൽ കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ. അതായത് നോയിസ് സിഗ്നൽസിനെയൊക്കെ റിജക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രോപ്പർട്ടീസ് നമുക്കിനകത്ത് പഠിച്ചിരിക്കണം. ഓപ്പാമ്പിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യും. സോ ഇത് എന്തിനാണ് ആംപ്ലിഫൈ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. AC മാത്രമാണോ DC മാത്രമാണോ ഓർ ബോത്ത്?
It can amplify both AC and DC signals. The common mode voltage gain of op-amp is, അപ്പോൾ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈക്വൽ ടു ദ വോൾട്ടേജ് ഗെയിൻ, സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഗ്രേറ്റർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, നൺ ഓഫ് ദി എബോവ്. ഇതിൽ സ്മോളർ ദാൻ വോൾട്ടേജ് ഗെയിൻ എന്നുള്ളതാണ് സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ CMRനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാലാണ് ഇത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ വാട്ട് ഈസ് CMR ഇക്വേഷൻ? ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ, AD by AC. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ മോഡ് ഗെയിൻ ഡിവൈഡ് ബൈ കോമൺ മോഡ് ഗെയിൻ ആണ്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് CMRR എന്ന് പറയുന്ന വാല്യൂ എന്ന് പറയുന്ന ഒരു ഓപ്പാമ്പിൽ എപ്പോഴും വളരെ ഹൈ ആയിരിക്കണം. അതായത് CMRR കാണിക്കുന്നത് ഹൗ വെൽ ദി CMRR ക്യാൻ റിജക്ട് ദ സിഗ്നൽ കോമൺ ടു ബോത്ത് ഇൻപുട്ട് എന്നുള്ളത്. അതായത് ഡിഫറൻഷ്യൽ ആംപ്ലിഫയർ ആണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഡിഫറൻഷ്യൽ ആംപ്ലിഫയറിൽ കോമൺ ആയിട്ട് വരുന്ന സിഗ്നലിനെ റിജക്ട് ചെയ്യണം. അപ്പോൾ ആ കോമൺ ആയിട്ട് വരുന്ന സിഗ്നൽസ് എല്ലാം എന്തായിരിക്കും? നോയ്സ് സിഗ്നൽ ആയിരിക്കും. അപ്പോൾ ഒരു കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നപ്പോഴും എന്തായിരിക്കും? സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് CMRRൻ്റെ വാല്യൂ ഹൈ ആയിട്ട് നിൽക്കുകയുള്ളൂ. ഇതെല്ലാം തന്നെ CMRRൻ്റെ ബേസിക് ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം, പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. വാട്ട് ഈസ് ദ ഫീഡ്ബാക്ക് ഫാക്ടർ ഓഫ് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട്? അപ്പോൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു ഓപ്പ്-ആംപ് സർക്യൂട്ടാണ്. ഒരു ഓപ്പ്-ആംപ് സർക്യൂട്ടാണ്. സോ ഓപ്പ്-ആംപ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? ഇൻവെർട്ടിംഗ് ആൻഡ് നോൺ ഇൻവെർട്ടിംഗ് ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഇൻവെർട്ടിംഗ് ടൈപ്പ് ഔട്ട്പുട്ടിനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻപുട്ടിനെ എടുത്തിട്ട് ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡയറക്റ്റ് ആയിട്ട് ദർ ഈസ് നോ ഫീഡ്ബാക്ക് റെസിസ്റ്റൻസ്. സോ ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുക. അപ്പോൾ വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് ഈസ് നത്തിങ് ബട്ട് ദി ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് ആർ സെയിം. അപ്പോൾ ഇതിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ ഫീഡ്ബാക്ക് ഫാക്ടർ? ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഔട്ട്പുട്ട് ബൈ ഇൻപുട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റി ആയിട്ടാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് ആൻ ഓപ്പ്-ആംപ് സർക്യൂട്ട് വിത്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇംപിഡൻസ് മാച്ചിങ് നമുക്ക് യൂസ് ചെയ്യാം. ദറ്റ് ഈസ് ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ് ആൻഡ് ലോ ഔട്ട്പുട്ട് ഇംപിഡൻസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ഓപ്പ്-ആംപുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വോൾട്ടേജ് ഫോളോവർ സർക്യൂട്ടിനെ പറ്റി പഠിക്കും. സോ അതിൻ്റെ ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ യൂണിറ്റി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ 7912 റെഗുലേറ്റർ IC പ്രൊവൈഡ്സ്. എത്ര വോൾട്ടേജ് ആണ് ഈ IC തരുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ മറ്റൊരു പേരാണ് നെഗറ്റീവ് 12 വോൾട്ട് വോൾട്ടേജ് പ്രൊവൈഡർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് 12 വോൾട്ടേജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു IC ആണ്. അതായത് -12. ഇവിടെ തന്നെ ആൻസർ ഉണ്ട്. അപ്പോൾ 79 എന്ന് പറയുന്നത് ഈ 79നെ കാണിക്കുന്നത് എന്താണ്? നെഗറ്റീവ് വോൾട്ടേജ് ആണ്. നെഗറ്റീവ് വോൾട്ടേജിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബാക്കി 12 കാണിക്കുന്നത് എന്താണ്? ആ 12 വോൾട്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. സോ ആൻസർ വിൽ ബി -12. ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പ്രൊവൈഡറാണ്. നെഗറ്റീവ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ലോഡ് ചേഞ്ചോ അല്ലെങ്കിൽ ലോഡ് കറണ്ടിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞാലും ഈ വോൾട്ടേജിൽ വ്യത്യാസം ഉണ്ടാവില്ല. അപ്പോൾ ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്റർ ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് 12 വോൾട്ടേജ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു IC ആണ് 7912. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the fastest A to D converter in ADC എന്ന് പറയുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവെർട്ടർ ആണ്. അതിനകത്ത് കുറേ ടൈപ്പ് ഉണ്ട്. അതിനകത്ത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കണം. ഇതിൽ ഫാസ്റ്റസ്റ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് സാറിന് നമ്മൾ ഫ്ലാഷ് ടൈപ്പ് ADC ആണ്. ഏറ്റവും അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറാണ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ പാരലൽ ADC എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഫ്ലാഷ് എന്ന് പറയുന്നൊരു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചിരിക്കുന്നതാണ് സിംഗിൾ സ്ലോപ്പ് റാം കമ്പാരേറ്റർ, ഡ്യുവൽ സ്ലോപ്പ്, സക്സസീവ് അപ്രോക്സിമേഷൻ, കൗണ്ടർ ടൈപ്പ്. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഫാസ്റ്റസ്റ്റ് എന്ന് പറയുന്നത് സക്സസീവ് അപ്രോക്സിമേഷൻ A to D കൺവേർട്ടറാണ്. അപ്പോൾ അത് നമ്മൾ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പറ്റും. ദെൻ വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബൈനറി വെയ്റ്റഡ് ടൈപ്പ് DAC എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറാണ്. അപ്പോൾ അതിൽ ഏതാണ് വളരെ ഡിസഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാധാരണ കോമൺ ആയിട്ട് വരുന്ന ഈ പറയുന്ന ബൈനറി വെയ്റ്റഡ് എന്ന് പറയുന്നത്
R2R ടൈപ്പ് R2R ടൈപ്പ് റെസിസ്റ്ററാണ്. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇതിൻ്റെ കൺവേർഷൻ ഇത് ഹൈ പവർ കൺസപ്ഷനാണ്. അതുപോലൊപ്പം തന്നെ വി റിക്വയർ ലാർജ് നമ്പർ ഓഫ് റെസിസ്റ്റേഴ്സ്. ഇത് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ലാർജ് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യണം. സോ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ സ്ലോ സ്വിച്ചിങ്, ഹൈ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി, ഹൈ പവർ കൺസപ്ഷനും ഉണ്ട്, റിക്വയർസ് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റർ. ഇത് രണ്ടും ആൻസറായിട്ട് വരുന്നുണ്ട്. വാട്ട് ഈസ് ദ ഡിസഡ്വാൻറ്റേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈ പവർ കൺസപ്ഷനകത്ത് വരുന്നതാണ്. പക്ഷേ ഇതിനകത്ത് നമ്മളൊരു മെയിൻ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഇറ്റ് റിക്വയർസ് ലാർജ് നമ്പർ ഓഫ് റെസിസ്റ്റർ. എത്ര നമ്മൾ കൺവേർഷൻ വേണോ അതിന് പ്രൊപ്പോർഷണലായിട്ട് റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യണം. അപ്പോൾ ഏറ്റവും ഒരു പ്രൈമറി ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ രണ്ട് ആൻസറും ഉണ്ട്, കൺഫ്യൂഷൻ വരാം. ഇതിൽ ചിലപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തെന്ന് പറയാം, കാരണം ഒരു രണ്ട് ആൻസേഴ്സും വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാം. പക്ഷേ ഇതിൽ നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് റിക്വയർസ് വൈഡ് റേഞ്ച് ഓഫ് റെസിസ്റ്റർ എന്നുള്ളതാണ്. ഇതും ഇതൊരു ആൻസറാണ്, ഹൈ പവർ കൺസപ്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. റിലയൻറ്റ് അക്കാദമി ഓൾറെഡി ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഓവർസിയർ, അതുപോലെ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റ്, PWD ക്ലാസ്സസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് റെക്കോർഡഡ് ആൻഡ് ഓൺലൈൻ മോഡിലാണ് ക്ലാസ്സസ് വരുന്നത്. അപ്പോൾ നമ്മൾ ക്ലാസ്സസിന് പാരലായിട്ട് തന്നെ നമ്മൾ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റിന് ശേഷം നമ്മൾ അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ്റെയും പേപ്പർ ഡിസ്കഷനും അതിൻ്റെ ആൻസർ കീയും ഒക്കെ വീഡിയോ ആയിട്ടും അതുപോലെ തന്നെ നോട്ടായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്ലീറ്റ് മെറ്റീരിയലും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ അഡ്മിഷൻ ആവശ്യമുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കുക. താങ്ക് യു.